നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവീ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 4. ഗംഗാദേവിയിൽ ജനിച്ച എട്ടാമത്തെ വസു ആയ പുത്രനെ ഗംഗാദേവി ശന്തനുവിന് തന്നെ നൽകി. ആ പുത്രനെ എങ്കിലും തനിക്ക് തരണമെന്ന് രാജാവ് അപേക്ഷിച്ചതുകൊണ്ട് ഗംഗാദേവി ആദ്യം പുത്രനെയും എടുത്തുകൊണ്ട് പോയി കൗമാരമാകുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാതാവില്ലാതെ പുത്രന് വളരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് പുത്രനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ തിരിച്ചു നൽകിയിരിക്കുകയാണ്. രാജാവ് ഒരു ദിവസം നായാടൻ വനത്തിൽ പോയപ്പോൾ അതികോമളനായ സമർത്ഥനായ ഒരു ബാലനെ അവിടെ കണ്ട് ആരാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഗംഗാദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഈ കുമാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് അങ്ങയുടെ 8ാമത്തെ വസുപുത്രൻ തന്നെയാണ്, ഈ കുഞ്ഞിനെ അങ്ങ് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ കുമാരനെയും കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. ഗംഗാദേവി ദേവിയുടെ വാസസ്ഥലത്തേക്കും പോയി. അപ്പോൾ കുമാരൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു പറയുകയാണ് ഗംഗാദേവി ശന്തനുവിനോട്. വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു പഠിച്ച ഈ പുത്രൻ എല്ലാ വിഷയങ്ങളിലും വളരെ സമർത്ഥനാണ്, അതുപോലെ വളരെ ശാന്തനുമാണ്. ജമദഗ്നിയുടെ ജ്ഞാനം ഇവനുമുണ്ട്. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയി അങ്ങ് സുഖമായി വസിച്ചു കൊള്ളുക എന്ന് ഗംഗ പറയുന്നു. രാജാവിന് വളരെയധികം സന്തോഷത്തിലായി പുത്രനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് പുത്രൻ വന്നതിലുള്ള ആ സന്തോഷമെല്ലാം അവിടെ കൊണ്ടാടി പ്രജകളെയെല്ലാം ധാരാളം ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. എല്ലാവരെയും വിളിച്ചു വരുത്തി ഗാംഗേയനെ യുവരാജാവായി രാജാവ് അഭിഷേകവും ചെയ്തു. പക്ഷേ ഈ അഭിഷേകത്തിന് അദ്ദേഹം ഗംഗയെ ഓർത്തതേ ഇല്ല. അമ്മയായ ഗംഗയെപ്പറ്റി അദ്ദേഹം സ്മരിച്ചതേ ഇല്ല. ഇനി എന്താണ് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. സൂത ഉവാച. ശ്ലോകം 65. ഏതദ്വ കഥിതം സർവം കാരണം വ സുശാപജം ഗാംഗേയസ്യ തഥോത്പത്തിം ജാഹ്നവ്യാ സംഭവം തഥാ. വസുക്കളെ ശപിക്കാനുണ്ടായ കാരണവും ഗാംഗേയൻ്റെ ഉത്പത്തിയും ഗംഗാദേവിയുടെ കഥയുമെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ശ്ലോകം 66. ഗംഗാവതരണം പുണ്യം വസൂനാം സംഭവം തഥാ യ ശൃണോതി നരപാപാൻ മുച്യതേ നാത്ര സംശയഃ. പുണ്യമായ ഗംഗ അവതരണവും വസുക്കളുടെ ചരിത്രവും കേൾക്കുന്ന മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാവുമെന്നതിൽ സംശയമില്ല. ശ്ലോകം 67. പുണ്യം പവിത്രമാഖ്യാനം കഥിതം മുനിസത്തമാഹ യഥാ മയാ ശ്രുതം വ്യാസാദ് പുരാണം വേദസംഹിതം. മുനിശ്രേഷ്ഠന്മാരെ, വേദതുല്യവും പവിത്രവുമായ ഈ പുരാണകഥ വ്യാസനിൽ നിന്ന് കേട്ടതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം പുണ്യം നാനാഖ്യാനകഥാന്വിതം ദൈവായന മുഖോദ്ഭൂതം പഞ്ചലക്ഷണ സംയുതം. 68ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം.
നാനാ കഥകൾ ഉൾക്കൊള്ളുന്നതും പുണ്യമേറിയതും ദ്വൈപായന മുഖത്ത് നിന്ന് നിർഗളിച്ചതും 5 ലക്ഷണങ്ങളുള്ളതുമായ ശ്രീമദ് ഭാഗവതം ഞാൻ പറഞ്ഞ് കഴിഞ്ഞു. ശ്ലോകം 69. ശൃണ്വതാം സർവപാപഘ്നം ശുഭദം സുഖദം തഥാ ഇതിഹാസം ഇമം പുണ്യം കീർത്തിതം മുനിസത്തമാഘ. കേൾക്കുന്നവരുടെ സർവപാപങ്ങളും പോക്കുന്നതാണ് ഈ കഥകൾ. ശുഭവും സുഖവും നൽകും. മുനിസത്തമന്മാരെ, പുണ്യമായ ഇതിഹാസം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതി ശ്രീദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ ചതുർത്ഥോധ്യായഃ.